എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വല്ലം നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതോടൊപ്പം അതിൻ്റെ അപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് വെക്കണോ അടിച്ചു വെക്കുക. ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നം തീർന്നു കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ നേരെ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് പിന്നെ നേരെ താഴെ കമൻറ്റ് ബോക്സിലേക്ക് വരിക. കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കൊടുക്കുക. കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്ക് കമൻറ്റ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൃദയം കമൻറ്റ് ആയിട്ട് ഇടുക. ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം എന്നെ സഹായിക്കും. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനും ആ കമൻറ്റുകൾക്കുള്ള മറുപടി തരാനും ഞാനിവിടെ വെമ്പൽ കൊണ്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല മനസ്സിനുടമകളെല്ലാം കമൻറ്റ് ബോക്സിലേക്ക് വന്നൊരു കമൻറ്റ് അങ്ങ് ചാമ്പിക്കും. അപ്പോൾ കൂടുതൽ ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ, പൊതുവേ എൻ്റെ വീഡിയോ കാണാൻ വരുന്നവരൊക്കെ ഒരു ഫണ്ണായിട്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുമെന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ട്രാവൽ ആൻഡ് ടെക് ബൈ ഉദയ് എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടു. ഈ വീഡിയോയുടെ സംഭവം എന്തെന്ന് പറഞ്ഞാൽ, ഫ്ലിപ്കാർട്ടിലേക്ക്, ആമസോണിലേക്ക്, അല്ലെങ്കിൽ TVSലേക്ക്, അല്ലെങ്കിൽ അശോക് ലൈലാൻഡിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ജോബ് വേക്കൻസീസ് നമ്മൾ ഫ്ലിപ്കാർട്ട് മറ്റ് ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മളവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുകയും ആ ജോലിക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ അവിടേക്ക് ചെല്ലുകയും ചെയ്യുമ്പോഴത്തേനും നമുക്കുണ്ടാകുന്ന അനുഭവം വളരെ നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളവിടെ ചെന്ന് പെട്ടും ആടുജീവിതത്തിലെ പൃഥ്വിരാജിൻ്റെ ഒരു അവസ്ഥയാകുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം നഷ്ടപ്പെടുകയും ചെയ്യും. അവിടുന്ന് സ്കൂട്ടാകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ തൊഴിലിൻ്റെ ലഭ്യത വളരെ കുറവാണ്. അതായത് MBA പഠിച്ചവൻ പണിയൊന്നും കിട്ടാതെ വേറെന്തെങ്കിലും ഉപജീവനത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എല്ലായിടത്തും ഉണ്ട്. അതായത് പഠിത്തത്തിനൊത്ത ജോലി പല ആൾക്കാർക്കും കിട്ടുന്നില്ല. അതുകൊണ്ട് കിട്ടുന്ന ജോലി ചെയ്ത് എങ്ങനെയും കുടുംബം പോയിട്ട് രക്ഷപ്പെടുക എന്നുള്ള ആഗ്രഹത്തോടെ പല ആൾക്കാരും എന്തെങ്കിലും ഒരു ജോലി കിട്ടട്ടെ, എവിടെ ചെന്നാലും എക്സ്പീരിയൻസ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോയി എക്സ്പീരിയൻസ് ആയിട്ട് വാ എന്നും പറഞ്ഞ് ഒരുത്തിനും ജോലി തരത്തില്ല. അപ്പോൾ എന്തെങ്കിലും കിട്ടുന്ന ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, കുടുംബം പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ട കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യുക എന്നുള്ള സാഹചര്യത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളാണ് ഈ കുഴിയിൽ പെടുന്നത്. പ്രധാനമായിട്ടും പറഞ്ഞാൽ, പണമില്ലാത്ത, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് ഇവരുടെ ഇരകളെന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ആ ചാനലിൽ വന്ന ഒരു ചാറ്റ്, അതായത് OLX കണ്ടിട്ട് ഒരു ആ കമ്പനി ജോലിക്ക് ആളെ എടുക്കുന്നുണ്ട്. അവർ അശോക് ലൈലാൻഡിലേക്കാണ് എടുക്കുന്നത്. ആ കാര്യം പറഞ്ഞ് നമ്മുടെ ഈ ഉദയ് ബ്രോ ചാറ്റ് ചെയ്തത് നമുക്കൊന്ന് കാണാം. ഇതിനകത്ത് അദ്ദേഹം കോൺടാക്ട് ചെയ്തു, അദ്ദേഹം അവരായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ റെസ്യൂമൊക്കെ ചോദിച്ചു, റെസ്യൂമൊക്കെ കൊടുത്തു. റെസ്യൂമെ കൊടുത്തതിന് ശേഷം ഈ പുള്ളിക്കാരൻ ചോദിച്ചു, ഇത് ഡയറക്റ്റ് കമ്പനി ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ മറുപടി ഒന്ന് കാണാം. ഇത് അശോക് ലൈലാൻഡിന്റെ ബാക്ക് എൻഡ് ഓഫീസാണ്. ഇവിടെ വന്നാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ നേരെ അശോക് ലൈലാൻഡിന്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റിലേക്കാണ് പോകുന്നത്. അതായത് അശോക് ലൈലാൻഡിൻ്റെ ബാക്ക് എൻഡ് ഓഫീസാണെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ ഫ്ലിപ്കാർട്ട്, ആമസോണ്, TVS ഇതിൻ്റെയൊക്കെ ജോലിക്കെന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഫേക്ക് കമ്പനികൾ കൺസൾട്ടൻസി പോലെ പ്രവർത്തിച്ച് ഓപ്പർച്യൂണിറ്റിയും വേക്കൻസീസും കാര്യങ്ങളെല്ലാം ഇടും. ഇത് സംബന്ധിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ബാക്ക് എൻഡ് ഓഫീസാണ്, ഇവിടുന്ന് ഡയറക്റ്റ് നിങ്ങളെ അങ്ങോട്ട് ജോലിക്ക് വിടുവാണ്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരുമ്പോഴത്തേനും നിങ്ങൾ പെട്ടിയും കിടക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു, അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് അങ്ങ് ജോലിയിലേക്ക് ജോയിൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങുന്നത്. ഇൻ്റർവ്യൂ ഇല്ല, നിങ്ങൾ ഡയറക്റ്റ് പെട്ടിയും കിടക്കെ എടുത്തിട്ട് വന്നു, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നേരെ നമുക്കങ്ങ് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ തന്നെ അത് ഉടായ്പാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. ബാക്കി പറയട്ടെ. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഇത് പക്ക പ്രൊഫഷണലായിട്ട് തന്നെയാണ് ഇവരിടുന്നത്. എന്തൊക്കെ വേക്കൻസീസ് ഉണ്ട്, നിങ്ങൾക്ക് ESI ഉണ്ട്, മറ്റ് ആനുകൂല്യങ്ങളുണ്ട്, PF ഉണ്ട്, അതുണ്ട്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട്, സാലറി ഉണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ ഡീറ്റെയിൽഡ് ആയിട്ടൊരു കുറിപ്പൊക്കെ നമുക്ക് തരികയും ചെയ്യും. ഇത് കാണുമ്പോഴും നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ സംശയത്തിനെ നിവാരണം ചെയ്യുന്ന തരത്തിലുള്ള മറുപടികളും അവരടുത്തുനിന്ന് വരും. നമ്മൾ വിശ്വസിക്കും. അതായത് എന്തെങ്കിലും ഒരു ജോലി വേണം, വീടിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന ആരായാലും വിശ്വസിച്ച് പോകും. അത്രയ്ക്ക് ജെനുവിനായിട്ട് അവർ പറയുന്നത്. നമ്മൾ പെടാൻ പോകുന്നത് നമ്മൾ ഈ ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോഴാണ്. ലൈലാൻഡിന്റെ ബാക്ക് എൻഡ് ഓഫീസിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഇന്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ RR നഗറാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് ഈ ആഴ്ചയിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. 12, 13, 14 ഡേറ്റുകളാണ് ഇപ്പൊ ഇന്റർവ്യൂ നടക്കുന്നത്. ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് ട്രെയിനിങ് ആണ് വരുന്നത്. ട്രെയിനിങ് നിങ്ങളുടെ സാലറി 18 to 21 ആണ്. സെക്കൻഡ് മന്ത് നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ നിങ്ങളുടെ സാലറി 24,000 എബോവ് ആണ്.
ഈ സാധനം ഇതുപോലെ ഫ്രഷറായിട്ടുള്ള ജോലിക്ക് ട്രൈ ചെയ്യുന്ന പലരും കേട്ടിട്ടുണ്ടാകും. ആദ്യത്തെ മാസം ട്രെയിനിങ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഒരു എമൗണ്ട് ആയിരിക്കും സാലറി ആയിട്ട് അല്ലെങ്കിൽ സ്റ്റൈഫൻ്റ് ആയിട്ട് കിട്ടുന്നത്. അതിനുശേഷം നിങ്ങളുടെ എമൗണ്ട് ഇത്രയായിട്ട് കൂടും. പിന്നെ മാസങ്ങൾ പോകും തോറും അതിങ്ങനെ കൂടി 1.5 കോടി വരെ നിങ്ങൾക്ക് മേടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ച് ചാമ്പുകർ. ഇതൊന്നും നിങ്ങൾ നമ്പരുത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ട്. 1-2 ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് ഫേക്കാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ വരുന്ന സാധനങ്ങൾ നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോഴത്തേനും ഇത് നേരെ ഇങ്ങനെ പോകുന്നവരെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അപ്പോഴേ ജോലിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടായ്പാണ്. നിങ്ങളോട് അവരെന്തെങ്കിലും തരത്തിലുള്ള പണം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉടായ്പാണ്. ഇത് രണ്ടും ഒന്ന് ബോധ്യത്തിൽ വെച്ചോ. നമ്മുടെ ജോബ് ലൊക്കേഷൻ എവിടേക്കാന്ന് ചോദിച്ചാൽ ബാംഗ്ലൂർ, ചെന്നൈ, ഹൊസൂർ, കോയമ്പത്തൂരാണ്. ഓക്കെ, ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് ട്രെയിൻ ലൊക്കേഷൻ വരുന്നത് ഒസൂരാണ്. സെക്കൻഡ് മന്ത് ജോലിക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ജോബ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 8 hours ആണ് വർക്ക് വരുന്നത്. 9 to 6 ആണ് ടൈം. ഓക്കെ, സൺഡേ ഓഫ് ആണ്, ഒരു കാഷ്വൽ ലീവ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഓഫീസിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. നമുക്ക് ഇന്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ RR നഗറാണ്. ഇപ്പം ഇന്റർവ്യൂ നടക്കുന്ന ഡേറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 12, 13, 14, 15 ഡേറ്റുകളാണ് നമുക്ക് ഇന്റർവ്യൂ നടക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ ട്രെയിൻ ലൊക്കേഷനിലേക്ക് പോകാൻ പറ്റും. ഇന്റർവ്യൂവിന് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് ട്രെയിനിങ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ട്രെയിനിങ്ങിലെ റൂമിന്റെ ഫുഡിന്റെ എക്സ്പെൻസ് 4000 രൂപ നിങ്ങളാണ് നോക്കേണ്ടത്. ആ 4000 രൂപ ഇന്റർവ്യൂവിന് വരുമ്പോൾ അടയ്ക്കണം. അതായത് ഈ 4000 ഉളിവയാണ് അവന്മാരുടെ ലക്ഷ്യം. നമ്മളെ ഇതുപോലെ വിളിച്ച് വരുത്തുക, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പറഞ്ഞ് 4000 രൂപ മേടിക്കുക. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നേരെ വന്നു കഴിഞ്ഞാൽ ഓഫീസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഈ ഓഫീസും കാര്യങ്ങളൊക്കെ കാണുന്നു. അടിപൊളി സെറ്റപ്പ്. നമ്മൾ 4000 രൂപ അവർക്ക് കൊടുക്കുന്നു. നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇവർ താമസ സ്ഥലം തന്നിടത്തേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വി ആർ ട്രാപ്ഡ്. അതായത് ഒരു പട്ടിക്കുഞ്ഞ് പോലും വരാത്ത പട്ടിക്കാട്ടിലാണ് ഇവന്മാർ സ്റ്റേ അറേഞ്ച് ചെയ്യുന്നത്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള സാഹചര്യം നമുക്കില്ല. അവിടെ ഒരു അടിമയായിട്ട് കടന്ന് മുന്നോട്ട് പോകുക എന്നുള്ള സാധനമേ ഉള്ളൂ. ഈ അശോക് ലൈലാൻഡ് മാങ്ങ തേങ്ങ എന്നൊക്കെ പറയുമെങ്കിലും അത് അശോക് ലൈലാൻഡിൻ്റെ ആയിൽ പോലും നമ്മൾ എത്തത്തില്ല. നമ്മൾ ഏതെങ്കിലും ഒരു തുക്കട വർക്ക്ഷോപ്പിലായിരിക്കും ചെന്നെത്തുന്നത്. ഇത് എല്ലാം തന്നെ ഫ്ലിപ്കാർട്ട് ആയാലും ആമസോൺ എന്ന് പറഞ്ഞ് എവിടെ ചെന്നാലും നമ്മുടെ ഈ 4000 രൂപ മേടിച്ചിട്ട് നമ്മളായിട്ട് കഷ്ടപ്പെടുത്തും. അപ്പോൾ നമ്മൾ സംഭവിക്കാൻ പോകുന്നത് ഒരു മാസം കഴിയുമ്പോഴത്തേനും നമ്മൾ നിർത്തി വരും. ഇത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം അവർക്ക് പോലീസ് സ്റ്റേഷനിൽ ദമ്പടിയൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് അവിടെ മുടിഞ്ഞ ഹോൾഡായിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വായിൽ സിബ് ഇട്ടുകൊണ്ട് ഓടി രക്ഷപ്പെടുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസിലേക്കൊക്കെ നമുക്ക് വരാം. നമുക്ക് ആകെ വരുന്ന എക്സ്പെൻസ് എന്താണെന്ന് ചോദിച്ചാൽ റൂമിന്റെ ഫുഡിന്റെ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് മന്ത് നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ കമ്പനി നിങ്ങൾക്ക് ഒരു 1 year പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാം ഫ്രീ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ ഇന്റർവ്യൂവിന് വരുന്നുണ്ടോ? എനിക്കാണെങ്കിൽ കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാനുള്ളതാണ്. കൺഫേം ആണെങ്കിൽ ഒന്ന് പറയുമോ? അത് എങ്ങനെയാണ് വരുന്നത്? ബസ്സിനാണോ ട്രെയിനാണോ? നാളെ വന്നിട്ട് നേരെ ജോയിൻ ചെയ്യുവാണോ അല്ലെങ്കിൽ നാട്ടിൽ പോവാണോ? അതായത് ഇൻ്റർവ്യൂവിന് വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേനും ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ നേരെ വരുവാണോ അങ്ങ് ജോയിൻ ചെയ്യുവാണോ? എന്ത് സെറ്റപ്പ് എങ്ങനെയാണ്? നിങ്ങൾ നേരെ വരുവാണോ അത് വീട്ടിൽ പോകണം? എങ്ങനെ വന്ന ഉടനെ അങ്ങ് കയറില്ല? ഇൻ്റർവ്യൂ ഒന്നുമില്ല. നേരെ വരിക, ഡോർ തുറക്കുക, നിങ്ങൾ കയറി അങ്ങ് ഈ ജോലി അങ്ങ് തുടങ്ങിക്കൊള്ളുക. ഈ ഇൻ്റർവ്യൂ അല്ലേ ഒരു സെലക്ഷൻ പ്രോസസ്സ്. ഇവർക്ക് അതുപോലും ഇല്ല. ഇങ്ങനത്തെ ഒക്കെ കണാപ്പ് കേൾക്കുമ്പോഴേ നിങ്ങൾ വിചാരിച്ചോണം ഇത് ഉടായ്പ സാധനമാണ്. വരുമ്പോൾ ഇതിന്റെ എല്ലാം 2 കോപ്പി വെച്ച് കൊണ്ടുവരണം. അതുകൂടാതെ നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് എക്സ്പെൻസ് വരുന്ന 4000 രൂപ ഇവിടെ അടയ്ക്കണം. ഓക്കെ, അടച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് റെസിപ്റ്റും കാര്യങ്ങളും കിട്ടും. അതിനുശേഷമാണ് നിങ്ങൾ ട്രെയിൻ ലൊക്കേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നാളെ ജോയിൻ ചെയ്യുവാണോ അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോവാണോ എന്ന് പറയും. എനിക്ക് കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാനുള്ളതാണ്. അതായത് അവർക്ക് ജോയിൻ ചെയ്യുവാണോ 4000 രൂപ തരുമോ, ജോയിൻ ചെയ്യണോ 4000 രൂപ തരുമോ, കൺഫർമേഷൻ കൊടുക്കണം. പറ പെട്ടെന്ന് പറ. ഈ ഒരു സാധനം തന്നെ അവർക്ക് ആ 4000 ഉലുവ കിട്ടുമോ എന്ന് അറിയണം. അതേ ഉള്ളൂ സാധനം, വേറൊന്നുമില്ല. ഇത് ഫ്രോഡ് കാണിക്കുമ്പോൾ വലിയ ഫ്രോഡൊക്കെ കാണിക്കും. 4000 രൂപ കൊണ്ട് എത്ര പേരെ പറ്റിക്കും നിങ്ങൾ? അല്ലെങ്കിൽ 4000 രൂപ നമ്മളങ്ങ് പോട്ടെന്ന് വെക്കും. അതാണ് തോന്നുന്നത് എനിക്ക് എൻ്റെ പിന്നിലെ ശാസ്ത്രം. ബസ്സിനാണോ ട്രെയിനാണോ നിങ്ങൾ കയറുന്നത്? അപ്പോൾ ഇദ്ദേഹം മെസ്സേജ് അയച്ചാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു സ്കാം ആണെന്ന്. യൂട്യൂബിൽ കാണിച്ചു തന്നു ഇത് സ്കാം ആണെന്നുള്ള കാര്യത്തിൽ. അതിന് അവർ കൊടുക്കുന്ന റിപ്ലൈ, അതായത് ഇത് സ്കാം ആണെന്നുള്ള കാര്യം ഇദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ ഇവരുടെ സംസാരത്തിലുള്ള ബഹുമാനം, അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വരിക, വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോവുക. ഓക്കെ, വല്ല വീഡിയോ കണ്ടിട്ട് അത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ വന്ന് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പൈസ അടച്ചാൽ മതി. കണ്ട വീഡിയോ കണ്ടതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവിടെയും വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പൈസ അടച്ചാൽ മതി. നമ്മൾ ജോയിൻ ചെയ്താൽ മതി എന്നല്ല, പൈസ അത് കഴിഞ്ഞിട്ട് അടച്ചാൽ മതി. നിങ്ങൾ ജോയിൻ ചെയ്യുമോ എന്തോ ചെയ്യും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പൈസ അടച്ച് ജോലിക്ക് കയറുക. പൈസ മേടിക്കുന്നത് നിങ്ങളുടെ റൂമിന്റെ ഫുഡിന്റെ എക്സ്പെൻസ് ആണ്. ഓക്കെ, ആ പൈസ ഞങ്ങൾ ആരും കൊണ്ടുപോകുന്നൊന്നുമില്ല. പിന്നെ യൂട്യൂബിൽ വീഡിയോ കണ്ടു, ആ യൂട്യൂബിനകത്ത് ഞങ്ങളുടെ കമ്പനിയുടെ പേരുണ്ടോ? ഞങ്ങളാന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ പല വീഡിയോകളും കാണുന്നുണ്ടായിരിക്കാം.
അപ്പോൾ ഇതിനകത്ത് ഈ പുള്ളി ചോദിക്കുന്നുണ്ട് എന്തിനാ ചൂടാകുന്നതെന്ന്. ബേസിക്കലി നമ്മളിങ്ങനെ ഒരു അലിഗേഷൻ പറയുമ്പോൾ ജെന്യൂനായിട്ടൊരു കമ്പനിയാണ്, ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ കോൺടാക്ട് ചെയ്യേണ്ടെന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു 4000 രൂപയ്ക്ക് വേണ്ടി ഇവർ പല തരത്തിൽ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു. ഒരു റെപ്യൂട്ടഡ് കമ്പനി അശോക് ലൈലാൻഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പോകുന്നത്. അശോക് ലൈലാൻഡ് ഒരിക്കലും എനിക്ക് നിങ്ങളുടെ കമ്പനി ജെന്യൂൻ ആണെന്ന് സംശയമുണ്ട്, ഓക്കെടാ വേണ്ടടാ പൊക്കോ എന്ന് പറയും. ഇത് ഇവരുടെ ആവശ്യമാണ് നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, എനിക്ക് കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാനുള്ളതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം തട്ടിപ്പാണെന്ന് പറയുവാണെങ്കിൽ കേൾക്കാൻ രസമുണ്ട്. ഇത് അവിടെ നിന്ന് തന്നെ എന്തോ ഒരു വീഡിയോ കണ്ടു അത് ഇതാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല. ഞങ്ങളുടെ കമ്പനിയെ പറ്റി പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയുക, ഓക്കെ. കൺഫർമേഷൻ ഒരു 2 മണിക്ക് മുമ്പായിട്ട് എന്തായാലും പറയുക, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നാളെ വരുന്നുണ്ടെങ്കിൽ. അതായത് ഒരാൾ നിങ്ങളുടെ കമ്പനി ഫ്രോഡാണെന്ന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ ഫ്രോഡ് അല്ല എന്ന് ഇവർക്ക് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫുകൾ കൊടുക്കുക. അല്ല നീ അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നോ, ഞങ്ങൾക്ക് ഇനി നിന്നെ താല്പര്യമില്ല എന്ന് ചിന്തിക്കുക. ഇത് രണ്ടുമല്ല. നീ വരുമോ, നിനക്ക് താല്പര്യമുണ്ടോ, നിനക്ക് കാണണോ, നീ സെറ്റാണോ, ഇതൊക്കെ തന്നെയാണ് ആൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇദ്ദേഹം തിരിച്ചയച്ച റിപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ 4000 മേടിച്ച് പിന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നു. മാം പറഞ്ഞ അതേ സ്ഥലം തന്നെ, എന്താ റിപ്ലൈ തരാത്തത്? ഞാൻ അശോക് ലൈലാൻഡിൽ വിളിച്ചു, അവർ ഇങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പറയുന്നു. ബാംഗ്ലൂരിൽ ഇങ്ങനെ ഒരു ഓഫീസ് അവർക്കില്ല എന്ന് പറയുന്നു മാം. അതായത് ഇദ്ദേഹം അവരെ കോൺടാക്ട് ചെയ്യാനുള്ള കാരണം ഓൾറെഡി ഒരാൾ കോൺടാക്ട് ചെയ്തിട്ട് ഇത് പറ്റിയിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അവർ കൊടുത്ത നമ്പറിലാണ് ഈ പുള്ളിക്കാരൻ കോൺടാക്ട് ചെയ്തിട്ട്. അതായത് ഓൾറെഡി പുള്ളിക്കാരൻ്റെ 4000 രൂപ പോയി. ആ 4000 രൂപ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുള്ളിക്കാരൻ കോൺടാക്ട് ചെയ്യുന്നത്. ബാക്കി പറയുന്നേക്കാം. ശരിയാണെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ടേക്ക് വരണ്ട, പ്രശ്നം തീർന്നില്ല. നിന്റെ 4000 രൂപ പോയിട്ടുമില്ല, നിന്റെ 4000 നിന്റെ പോക്കറ്റിൽ ഇരിക്കും, കേട്ടല്ലോ. അത്രേ ഉള്ളൂ. എടുത്ത താക്കോലിപ്പോൾ എവിടെ ആണ്? മറ്റേ മരുന്ന് ഡപ്പയിൽ അവിടെ വെച്ചേരെ, അവിടെ തന്നെ വെച്ചേരെ. അങ്ങനെ വേണം സംസാരിക്കാം. പക്ഷേ പുള്ളിക്കാരി വീണ്ടും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണം. 4000 രൂപ മുഖ്യം ബിഗിലേ, വീണ്ടും എടാ വിശ്വസിക്കടാ, എടാ അത് നീ വന്ന് കാണടാ, എടാ കണ്ടിട്ട് ഉറപ്പിക്കടാ. അശോക് ലൈലാൻഡിൽ അത്രയും ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോയോ? അപ്പോൾ ഇദ്ദേഹം മെസ്സേജ് അയച്ചു, അപ്പോൾ സ്കാം, അശോക് ലൈലാൻഡിൽ വിളിച്ചത് നന്നായി, എന്നെ എന്തിനാ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നേ? അപ്പോൾ അതിൻ്റെ ബാക്കി റിപ്ലൈ, നിങ്ങൾ ആളെ പറ്റിച്ച് ജീവിക്കുമെന്ന് നീ കണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം വിശ്വസിക്കാൻ ഒട്ടും പറ്റത്തില്ലെന്നാണെങ്കിൽ നിങ്ങൾ അതല്ലേ ഞങ്ങളോട് വരാൻ പറഞ്ഞത്. ഓക്കെ, അതായത് മറ്റൊരു പുരുഷ കേശരി വന്നിട്ട് സംസാരിച്ചു തുടങ്ങി. അവിടെയും കൺവിൻസിങ് ആണ്. എടാ നിനക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, നീ പാടാ, എടാ വന്ന് കാണടാ, എടാ കണ്ട് വിശ്വസിക്കടാ, എടാ കണ്ട് തുറക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടേ അവൻ സ്കാം എന്ന് പറയുന്നത് അവനോട് പോകാൻ പറയണം. അശോക് ലൈലാൻഡ് അല്ലെങ്കിൽ ടാറ്റ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലത്തെ കമ്പനികളൊന്നും എൻ്റെ പൊന്നനിയാ വന്നൊന്ന് ജോലി ചെയ്യടാ, അവിടെ വന്നൊന്ന് കണ്ടു നോക്കടാ, സൂപ്പറാണ് എന്നൊന്നും പണയത്തില്ല. പോയി പണി നോക്കടാന്ന് പറഞ്ഞിട്ട് അവരടുത്ത ആളെ തപ്പും. ഈ പറയുന്ന വലിയ കമ്പനികൾക്കൊക്കെ നമ്മൾ ജോലിക്കണമെന്ന് യാതൊരു താല്പര്യമില്ല, നമ്മളില്ല മറ്റൊരാൾ. പക്ഷേ ഇതുപോലത്തെ ഉടായ്പ സ്ഥാപനങ്ങൾക്കാണ് അവനില്ല എടുത്തിടത്തിന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അവൻ വാ, പോന്നോട്ടെ, വന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ആ സാധനം തന്നെയാണ് ഇവിടെ. നിങ്ങൾ വന്ന് കണ്ട് അശോക് ലൈലാൻഡിൽ പോയി കണ്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം, മനസ്സിലായില്ല? അല്ല നിങ്ങൾ എന്തെങ്കിലും കണ്ട് അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലിയും കിട്ടത്തില്ല. അല്ലെങ്കിൽ വീടിനടുത്ത് ഏതെങ്കിലും ജോലിയും കിട്ടത്തുള്ളൂ, മനസ്സിലായില്ല? വീടിനടുത്തുള്ള ജോലി കിട്ടി അവന് പുളിക്കുമോ? നിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഉണ്ടാക്കുന്നതിൽ നല്ല വീടിനടുത്തുള്ള ജോലി പുച്ഛോ? നിനക്ക് ഒരു ജോലിയും കിട്ടില്ല മോനെ, മനസ്സിലാക്കുമോനെ? ഞങ്ങളായിട്ടല്ല നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ജോലി തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഞങ്ങൾക്ക് വന്നത്. ഓക്കെ, മെയിൻ തിങ്. അതുകൊണ്ട് ഇത് റെപ്യൂട്ടഡ് കമ്പനിയാണ്. ഓക്കെ, ഞങ്ങൾ വേറെ ആരോ ചെയ്ത തെറ്റിന് ഞങ്ങൾ HR ടീം അല്ല ഇതിന് ഉത്തരവാദി. ഓക്കെ, നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വരൂ, അല്ലെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ വരാതിരിക്കാം. ഓക്കെ, ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. Why do small and medium businesses need the WhatsApp API? നീ പോയി വേറെ വല്ല പണി നോക്കി ചേർക്കാൻ. നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ജോലിക്ക് കയറുക, ഇല്ലെങ്കിൽ നീ വേറെ വല്ല പണി നോക്ക്. നീ എന്നില്ലേ ഇപ്പൊ തൊട്ട് മുമ്പ് ഒരു ഗേ സംസാരിച്ചു. അപ്പോൾ ഇതിനകത്ത് അവരെ സ്കാം ആണെന്ന് കണ്ടുപിടിച്ചിട്ട് പോലും അവർ പറയുന്നത് നീ വന്ന് കണ്ട് നോക്കട മുത്തുമണിയെ, ഇവിടെ കസാര ഉണ്ടോ, ഓഫീസ് ഉണ്ടോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും നടക്കുന്നൊരു പ്രശ്നമല്ല. ഇന്ത്യയിൽ എന്നൊക്കെ ആളുകൾ ജോലിക്ക് വേണ്ടി ഓടിത്തുടങ്ങിക്കോ അന്നൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. ഒരു 6-7 വർഷം മുമ്പ് തൊട്ട് ഈ സാധനങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇതുപോലെ നടന്ന സമാനമായ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഡയറക്റ്റ് ജോയിനിങ്ങാണ് വരുന്നത് സാർ. അതുകൊണ്ട് തന്നെ സാർ ഇന്റർവ്യൂവിന് വരുമ്പോൾ ലഗേജ് ആയിട്ട് വന്നാൽ മതി. അതായത് ഡയറക്റ്റ് ജോയിനിങ്ങാ. ഇൻ്റർവ്യൂവിന് വരുമ്പോഴേ ലഗേജ് ഒക്കെ ആയിട്ട് വന്നു. നിങ്ങൾ നേരെ വരിക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ഡിസ്സെലക്ട് എന്നൊരു സാധനമില്ല, അല്ലെങ്കിൽ നിങ്ങൾ റിജക്റ്റ് എന്നൊരു സാധനമില്ല. അപ്പോൾ ഡയറക്റ്റ് സെലക്ട്, ജോലി കയറുക, പണിയെടുത്തോളുക, പൈസ ഉണ്ടാക്കുക, പൊക്കോളുക. അത് കൊള്ളാം കേട്ടോ. അങ്ങനെ ഒരു കമ്പനി എന്നെയൊക്കെ എത്ര കമ്പനി റിജക്റ്റ് ചെയ്തേക്കെന്നറിയോ? ഞാൻ കണ്ടില്ല മുത്തേ, കണ്ടിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു.
ഇപ്പോൾ സാറ് മൺഡേ വരുവാണെങ്കിൽ ലഗേജ് ആയിട്ട് വരാം, വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അന്ന് തന്നെ കമ്പനി റൂമിലേക്ക് പോവാം, എന്നിട്ട് ട്യൂസ്ഡേ തന്നെ ജോബിന് ജോയിൻ ചെയ്യാം. അപ്പോൾ വരുമ്പോൾ നമുക്ക് റൂമിൽ സെക്യൂരിറ്റി പേയ്മെന്റ് വരുന്നുണ്ട് 3000. അത് സാറ് കയ്യിൽ കരുതണം. അത് വന്നിട്ട് 1 ടൈം പേയ്മെന്റ് ആണ്, എല്ലാ മാസം അടയ്ക്കേണ്ട. മാത്രമല്ല സാറിന്റെ ഫസ്റ്റ് മന്ത് സാലറി കിട്ടില്ലേ, അതിന്റെ ഒപ്പം തന്നെ ആ എമൗണ്ട് തിരിച്ചു തരും. ഇത് ഒരു 2 വർഷം മുമ്പുള്ള വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ അവിടെയായിരുന്നു 3000 രൂപ, ഇപ്പോൾ വന്നപ്പോഴത്തേനും 4000 രൂപയായി. ഈ 3000 രൂപ എന്ന് പറഞ്ഞ് സംസാരിച്ചത് ഫ്ലിപ്കാർട്ടിൻ്റെ വെയർ ഹൗസിലേക്കാണ്. നമ്മൾ ഈ സംസാരിച്ച പുള്ളിക്കാരൻ നേരിട്ട് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ ഈ ഓഫീസ് സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ശരിക്കും ഉണ്ട്, ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ട്രാപ്പ് ആകാൻ പോകുന്നത് നമ്മളെ ഇവർ, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പീരിയൻസ് കേൾപ്പിച്ചു തരാം. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു വീഡിയോ ആണ്. ഈ ബാംഗ്ലൂരിൽ നടക്കുന്ന ഇത്തരം തൊഴിൽ സ്കാമിനെ കുറിച്ച് തന്നെ പറയാം, നമുക്കതൊന്ന് കേൾക്കാം. പലരും നാട്ടിലിരുന്ന് OLXിലൂടെ പല ജോലി ഓപ്പർച്യൂണിറ്റി കണ്ട് അതിൽ വിളിച്ച് അതൊരു മലയാളിയാണ് ഫോൺ എടുക്കുന്നതെന്ന് കണ്ട് ആ ഒരു വിശ്വാസത്തിൽ ബാംഗ്ലൂരിലേക്ക് എത്തും. 4000 രൂപ കൊടുക്കും. 4000 രൂപ കൊടുത്ത് അവർ ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ രീതി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ OLXിൽ മെസ്സേജ് കാണും, പാക്കിങ്ങിലേക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നുള്ള രീതിയിൽ ജോലിക്ക് ആളുകൾ ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ ആ മെസ്സേജ് കാണുന്നു. അതിലേക്ക് വിളിക്കുമ്പോൾ ഒരു മലയാളിനെ ഫോൺ എടുക്കുന്നു, വിശ്വാസം. മെജസ്റ്റിക്കിൽ ഇറങ്ങുന്നു, അവിടുന്ന് ഒന്നെങ്കിൽ JP നഗർ, RT നഗർ, ഇങ്ങനെയുള്ള പല സ്ഥലത്തേക്കും ജോലിക്കായിട്ട് ഓഫീസിൽ ഇന്റർവ്യൂക്ക് പോകുന്നു. അവിടെ ഒരു 3-4 പെൺകുട്ടികൾ ഇരിക്കുന്നു. അവരെ കാണുമ്പോൾ തന്നെ കമ്പനി അടിപൊളിയാണല്ലോ. അവിടെ ഒരു 4000 രൂപ പേ ചെയ്യുന്നു. ഈ പേ ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ജോലി എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ റൂൾ പ്രകാരം ഒരാളും ഒരു കൺസൾട്ടൻസിയും ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ നിന്ന് പണം വാങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ റെസിപ്റ്റ് തരുന്നത്. ഇതും വാങ്ങി നമ്മൾ നേരെ പോകുന്ന എവിടേക്കാണ്? ബാംഗ്ലൂരിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു മലയാളി നേരെ പോകുന്നത് അത്തിബല്ലെ വരാണ്. ഒന്നെങ്കിലും അത് JP നഗർ നാമം അല്ലെങ്കിൽ RT നഗർ നാമം. ബസ് കയറി ഈ സ്ഥലത്തുമ്പോഴത്തേക്ക് ഒരു രാത്രിയായിരിക്കും. അവിടുന്ന് ഒരു ഓട്ടോക്കാരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോറിക്കാരനോ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് നമ്മളെ റൂമിലാക്കും. ഈ റൂമിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും, മക്കളെ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, ഇത് പണിയാ, മക്കളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പൊളിക്കോ, ഇത് വൻ നിങ്ങൾക്കുള്ള കെണിയാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് അവിടെ ചെന്ന് പെടുന്ന ആളുകളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ചെല്ലുമ്പോഴത്തേനും ഒരു പട്ടിക്കാട്, ഒരു കുഗ്രാമത്തിലാണ് ഈ സാധനം സ്ഥിതി ചെയ്യുന്നത്, ഈ ഇവർ തന്നേക്കുന്ന സ്റ്റേ. അവിടെ പോയി കയറി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്ന ട്രാവലിംഗ് സംവിധാനം അവിടെ ഇല്ലാണ്ടാവും. ഈ വന്ന ആൾ സ്കൂട്ടാവും. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് പോകാൻ ഒരു നിവൃത്തിയില്ല, വാഹനമില്ല, യാതൊരു നിവൃത്തിയില്ല. നമ്മളവിടെ പെട്ടുപോകും. അവിടെ ജോലി ചെയ്തതിന് ശേഷം നമുക്ക് ഈ ജോലി ഇഷ്ടപ്പെട്ടില്ല, അതുപോലത്തെ പ്രഷറും കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളിട്ട് കഷ്ടപ്പെടുത്തും. അതായത് 1 മാസത്തെ വർക്ക് നമ്മൾ പോകണം, എന്നാലേ അടുത്ത ആളുടെ 4000 കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് റിസൈൻ ചെയ്ത് നമ്മൾ വീട്ടിൽ പോകും. നമ്മൾ വീട്ടിൽ പോകുമ്പോഴത്തേനും ആ ഒരു കിട്ടിയ പണമാണ് അവരുടെ ലാഭം. 1 മാസത്തിൽ തന്നെ ഇവനെ കൊണ്ട് റിസൈൻ ചെയ്യിക്കാനും പറ്റി. അതോടൊപ്പം തന്നെ ഇവനിവിടെ പെട്ടുപോയി. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പോലീസിലൊന്നും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവിടെ ഭീകരമായ ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ചെല്ലുന്നൊരുത്തൻ അവിടെ നിന്ന് ഡബർ ബാൻഡും കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇനി കുറച്ച് നാളുകൾക്ക് മുമ്പേ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇതേ സമാന അനുഭവം നമ്മുടെ വാർത്തയായി വന്നിരുന്നു. നമുക്ക് ആ വാർത്തയും കൂടെ ഒന്ന് കാണാം. മൊത്തത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കും കൂടി 10500 നഷ്ടം വന്നിട്ടുണ്ട്. അവിടെ കുത്തിയിട്ട് റൂമിൽ നിന്ന് ഫോണും പോയി. ആമസോൺ, ഫ്ലിപ്കാർട്ട്, യൂണിലിവർ, TVS അടക്കം വൻകിട സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് മലയാളികളടക്കം നിരവധി പേരുടെ പണം തട്ടിയത്. ഇൻസ്റ്റന്റ് കരിയർ സർവീസ്, K2 ഇൻസൈറ്റ് എന്ന ഏജൻസികളുടെ പേരിലായിരുന്നു പരസ്യം. താമസവും ഇദ്ദേഹം പാചകശാലയിൽ ക്ലൗഡ് കിച്ചൺ ബിസിനസ് ആണ് റൺ ചെയ്യുന്നത്. ദിവസവും 4-5 മണിക്കൂർ എക്സ്ട്രാ ജോലി ചെയ്യുന്നു. മാസത്തിൽ 1 മുതൽ 1.5 ലക്ഷം വരെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിനടുത്ത കാര്യങ്ങൾ പഠിക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഭക്ഷണവും സൗജന്യം. മാസം 25,000 മുതൽ 75,000 വരെ ശമ്പളവുമെന്നുമായിരുന്നു വാഗ്ദാനം. രജിസ്ട്രേഷൻ തുകയായി 3,000 മുതൽ 5,000 വരെ വാങ്ങി. ഈ പണം ശമ്പളത്തിനൊപ്പം തിരികെ നൽകുമെന്നും പറഞ്ഞു. പരസ്യത്തിൽ കണ്ട വിലാസം തേടി ഹൊസൂർ അതിർത്തി മേഖലയിലാണ് എത്തിയത്. 3 പേർക്ക് കഷ്ടിച്ച് കിടക്കാൻ കഴിയുന്ന ഒരു മുറിയിലേക്കാണ് മലയാളികളായ 6 പേരെ എത്തിച്ചത്. TVS കമ്പനിയിൽ ജോലിക്കെന്ന് പറഞ്ഞ് മറ്റൊരു വർക്ക്ഷോപ്പിലേക്ക് രാവിലെ കൊണ്ടുപോവുകയായിരുന്നു. അവിടെ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അവസ്ഥ. റൂമിൽ തിരിച്ചു പോകുന്നതാണ്. ബംഗളൂരുവിലെ മലയാളി കൂട്ടായ്മകളുടെ സഹായത്തോടെ നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണിവർ. ബംഗളൂരു പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ബംഗളൂരു പോലീസിൽ പരാതി കൊടുത്താലും പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതാണ് ബേസിക് സംഭവം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരനെ പാവങ്ങളെയാണ്. അവനെ പോയി പെടത്തുള്ളൂ. അവനെ പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് നിൽക്കാത്തൊരു സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. അവൻ്റെ നിന്ന് ഒരു 4000 രൂപ പോയി കഴിഞ്ഞാൽ അവനത് സഹിക്കും. പക്ഷേ അതൊരു കാശുകാരനാണ്, അവനത് സഹിക്കത്തില്ല. അതുകൊണ്ട് ഇല്ലാത്തവൻ്റെ നിന്ന് പിടിച്ചു പറിക്കുക എന്നുള്ളതാണ് ഇവന്മാരെല്ലാം ചെയ്യുന്ന മെയിനായിട്ടുള്ള ടെക്നിക്ക്. ഈ ജോലി നോക്കുന്നവരോ പുതിയ ജോലിയിലേക്ക് ചേരുന്നവരോ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ഈ വലിയ കമ്പനി, മുഴുത്ത കമ്പനി എന്ന് പറഞ്ഞ് ജോലിക്ക് വിളിക്കുമ്പോഴേ നിങ്ങൾ സംശയിച്ചോളൂ. ഇൻ്റർവ്യൂ ആണ്, നിങ്ങൾ നേരെ വന്ന് ജോയിൻ ചെയ്യുക എന്നൊരു സാധനം പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചോളൂ. അതോടൊപ്പം തന്നെ കഴിഞ്ഞാൽ നിങ്ങൾ വരുമ്പോഴത്തേനും ഇത്ര രൂപ ഞങ്ങൾക്ക് പണമായിട്ട് അടയ്ക്കണമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൂക്ഷിച്ചോളൂ. ഇതെല്ലാം TVSൻ്റെ വെയർ ഹൗസ്, മറ്റേ ഫ്ലിപ്കാർട്ടിൻ്റെ ഓപ്പറേഷൻ ഓഫീസ് എന്നൊക്കെ പറഞ്ഞാൽ വിളിക്കുന്നത്. പക്ഷേ ഇതെന്തോ HR സൊല്യൂഷൻസ് എന്നാണ് പറഞ്ഞ് കൺസൾട്ടൻസി സെറ്റപ്പ് അതുകൊണ്ടാണ്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിൻ സമീപിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥാപനങ്ങളിൽ കയറി ചെന്നിട്ട് സാറേ വല്ല ജോലി ഉണ്ടോ എന്ന് ചോദിക്കുക. അതിനകത്തൂടെ തന്നെ നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇമാതിരി തട്ടിപ്പ് സാധനങ്ങളിൽ പോകാതിരിക്കുക. എങ്ങനെങ്കിലും ജീവിതത്തിൽ ജോലി കിട്ടി, ശമ്പളം കിട്ടി, ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്നവരെ മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് ഇവർ ഉടായ്പൊക്കെ നടക്കുന്നത്. സോ
തലച്ചോറ് ഉപയോഗിക്കുക, ഇമ്മാതിരി ക്ലാപ്പിനകത്തൊന്നും പോകാതിരിക്കുക. വിളിച്ച് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ദൂടായിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും സംസാരിച്ച് നോക്കുക. ഇത് ഒരു കമ്പനിയല്ല, ഇതേ പേരിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇവന്മാർ ജെനുവിനായിട്ടൊരു കൺസൾട്ടൻസി നടത്തിയായിരുന്നെങ്കിൽ ഇവന്മാർ വിജയിച്ചു പോയി. എന്തിനാണ് ഇങ്ങനെ ഫ്രോഡ് നടത്തുന്നത് മനസ്സിലായില്ല. എന്തായാലും കൊള്ളാം. ഇപ്പോൾ ഈ TVS, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ആൾ വരത്തുള്ളൂ എന്നുള്ളതുകൊണ്ടാവാം. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങളുടെ ആരെങ്കിലും ജോലി തിരക്കുന്നുണ്ടെങ്കിൽ, ജോലിയിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പുതിയ ജോലിയിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കണം. മറ്റു വീഡിയോ ആയിട്ടാണ് വരെ. ബൈ.